നെക്സ്റ്റ് ഇതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. അതായത് ഒരു സൈഡ് 90 ഡിഗ്രി, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതാണ് അതിൻ്റെ എ സൈഡ്, ഇത് സി എന്ന് പറയുന്നത് ബേസ്, ഇതാണ് ഹൈപ്പോട്ടേനിയസ് അതായത് ബി. ഈ ഹൈപ്പോട്ടേനിയസ് ആയിരിക്കും ഈ റൈറ്റ് ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതും ഏറ്റവും വലിയ സൈഡുമാണ് ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുന്നത് ബി. ഇതിൻ്റെ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയറിൻ്റെ പ്ലസ് ആയിരിക്കും. സോ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതിനെയാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഇനി കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾ. കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ രണ്ട് ട്രയാങ്കിൾസിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം കോൺഗ്രുവൻസ് എന്ന് വെച്ചാൽ രണ്ടും സെയിം ആണ്, ഒരേ സൈസാണ്, ഒരേ ഷേപ്പ് ആണെന്ന് പറയുന്നതിനെയാണ് കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ, വെറുതെ ഒരു രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഇത് ഈക്വൽ ഒരുപോലെ വരാം. ഒന്നെങ്കിൽ അത് എസ് 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 ആയിരിക്കും, അതായത് ഇതും എസ് എന്ന് വെച്ചാൽ സൈഡ്, എ എന്ന് വെച്ചാൽ ആംഗിള്, റൈറ്റ് ഹൈപ്പോട്ടേനിയസ് സൈഡിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് എസ് എസ് എന്ന് വെച്ചാൽ മൂന്ന് സൈഡും ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ ടു മൂന്ന് സൈഡ് ഈക്വൽ ഓഫ് അനദർ ട്രയാങ്കിൾ. അല്ലെങ്കിൽ ഒരു സൈഡ് അതിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആംഗിൾ ഒരു സൈഡ്, അതായത് സപ്പോസ് ഈ ഒരു സൈഡ്, ഈ ഒരു ആംഗിൾ, ഈ ഒരു സൈഡ്, അതാണ് എസ് എ എസ്. അത് അപ്പുറത്തേൻ്റെയും അതുപോലെ ആയിരിക്കണം, ഒരു ട്രയാങ്കിളിനെ പോലെ അപ്പുറത്തേയും. അല്ലെങ്കിൽ എ എസ് എ, അതായത് ഇപ്പം ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു ആംഗിൾ, ഒരു സൈഡ്, വീണ്ടും ഒരു ആംഗിൾ, അതാണ് എ എസ് എ. അല്ലെങ്കിൽ റൈറ്റ് ഹൈപ്പോട്ടേനിയസ് സൈഡ്, അതായത് ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ആ റൈറ്റ് ആംഗിളിൻ്റെ അവിടെ ഒരു ഹൈപ്പോട്ടേനിയസ് ഇതിൻ്റെതും ഇസ് ഈക്വൽ ടു മറ്റേതിൻ്റെ ഹൈപ്പോട്ടേനിയസ് ആൻഡ് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇതിനെയാണ് ആർ എച്ച് എസ് എന്ന് പറയുന്നത്. ഇനി പലതരം ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 25% ഓഫ് 200 എന്ന് വെച്ചാൽ ഈ ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. 25 ഓഫ് 200 എന്ന് വെച്ചാൽ 25/100 ഇൻറ്റു 200. പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഈ എസ് പി എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ്, സി പി എന്ന് പറയുന്നത് കസ്റ്റമർ പ്രൈസ്, അല്ല സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും. സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ വിറ്റ വിലയും യഥാർത്ഥ വിലയും. അപ്പം നമ്മൾ വിറ്റത് യഥാർത്ഥ വിലയേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. തിരിച്ചാണെങ്കിൽ നമ്മൾ കൊടുത്ത വില, അതായത് കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ വിലയേക്കാളും കുറവാണ് നമ്മൾ കൊടുത്ത വിലയെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നത് പ്രോഫിറ്റ് ബൈ അതിൻ്റെ വില ഇൻറ്റു 100. ലോസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ലോസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ വില ഇൻറ്റു 100. സി പി എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് ആണ്. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി ഇൻറ്റു ആർ ഇൻറ്റു ഐ ബൈ 100 എന്നാണ് എൻ്റെ ഫോർമുല. അതിനകത്ത് ഐ അല്ല, ടി ബൈ 100. പ്രിൻസിപ്പിൾ എത്രയാണ്, അതായത് എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ റേറ്റ് എത്രയാണ്, എത്ര നാളത്തേക്കാണ്, ടി എന്ന് വെച്ചാൽ ടൈം, ഡിവൈഡഡ് ബൈ 100 ആണ് അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിൽ ഒരു റാഷണൽ നമ്പർ എന്ന് പറയുന്നത് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. അതിൻ്റെ ക്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0. അതിനെയാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ക്യൂ ഈക്വൽ ടു 0 ആയപ്പോൾ അതിനെ ഇറാഷണൽ നമ്പർ എന്ന് പറയും. ഇനി ജിയോമെട്രി, ഇതിനെ നാം പാരലൈൻ എന്ന് പറയും, ഇത് ട്രയാങ്കിൾ എന്ന് പറയും. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ 2 × L+B ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് L × B ആണ്. ഒരു സ്ക്വയറിൻ്റെ ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ഇതാണ് ഒരു സർക്കിളെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ, ഇതാണ് അതിൻ്റെ റേഡിയസ് R. ഈ ഡയമീറ്റർ ആണ്, ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ഡയമീറ്റർ പറയുന്നത്. ഇവിടെ ഇത് 6, ഇതും 6, അപ്പോൾ ഡയമീറ്റർ എന്തോ ആയിരിക്കും 2R ആയിരിക്കും. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ ഈ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr-ഉം ഏരിയ എന്ന് പറയുന്നത് πr² ആയിരിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സ്പോണൻസ്, ഒരു ഇപ്പോൾ 25നെ നമുക്ക് 5 സ്ക്വയർ എന്ന് എഴുതാം. ഈ സ്ക്വയർ എന്ന് എഴുതിയേക്കുന്ന ഇതിനെയാണ് നമ്മൾ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോണൻസിൻ്റെ റൂൾ എന്ന് വെച്ചാൽ ഇപ്പോൾ a⁻n ഇൻറ്റു a⁻m ആണെങ്കിൽ a⁻m+n എന്ന് എഴുതാം. അല്ലെങ്കിൽ a⁻n⁴m ആണെങ്കിൽ a⁻nm എന്ന് എഴുതാം. a⁻0 എപ്പോഴും 1 ആയിരിക്കും. ഇനി സിമെട്രി, നമ്മൾ ഒരേ കണക്കിരിക്കും ഒരു മിറർ സിമെട്രി ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. റൊട്ടേഷണൽ സിമെട്രി എന്ന് വെച്ചാൽ ഒരു സാധനത്തെ നമ്മൾ കറക്കി അത് തിരിച്ച് വന്നപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ റൊട്ടേഷണൽ സിമെട്രി എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഒരു ഓബ്ജക്റ്റിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാം? രണ്ട് രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, 2Dയിലും 3Dയിലും. 2Dയിലാണെങ്കിൽ ലെങ്ത്തും ബ്രെത്തുമേ കാണുള്ളൂ, 3Dയിലാണെങ്കിൽ ലെങ്ത്തും ബ്രെത്തും ഹൈറ്റും കാണും. നമ്മൾ 2Dയിലാണ് സ്ക്വയർ പറയുന്നത്, 3Dയിലാണ് ക്യൂബ്. റെക്റ്റാങ്കിൾ 2D ആണ്, ക്യൂബോയിഡ് അതിൻ്റെ 3D ആണ്. സർക്കിൾ 2D ആണ്, സ്ഫിയർ അതിൻ്റെ 3D ആണ്. അങ്ങനെ ഈ ഇപ്പം നമ്മൾ 2Dയിൽ ഡെപ്ത്ത് കാണില്ല, പക്ഷേ 3Dക്ക് ഡെപ്ത്ത് കാണും. നമ്മൾ സർക്കിളിൻ്റെ പിന്നെ പറഞ്ഞല്ലോ ഡയമീറ്റർ എന്ന് പറയുന്നത് 2R ആണ്. ഇനി പലതരം
3D ഇമേജസ് ഉണ്ട്, അതായത് ക്യൂബ്. ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? നമ്മളൊരു മുറി നോക്കുവാണെങ്കിൽ അതിന് എത്ര ഭിത്തിയുണ്ട്, അതിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ഈ വരേനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്, ഈ മൂലേനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ക്യൂബിന് 6 ഫേസ്, 12 എഡ്ജ്, 8 വെർട്ടെക്സ് ഉണ്ട്. ക്യൂബോയിഡിനും 6, 12, 8. സിലിണ്ടർ ആണെങ്കിൽ 3 ഫേസ് ഉണ്ട്. ഈ 3 ഫേസ് ഏതൊക്കെയാണെന്നറിയാം? അതായത് ഒരു സിലിണ്ടർ നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പം ഇങ്ങനെയല്ല ഒരു സിലിണ്ടർ വരയ്ക്കുന്നത്. ഈ ഒരു ഫേസ്, ഈ ഒരു ഫേസ്, ഈ ഒരു ഫേസ്. ഇനി എഡ്ജ് എത്ര ഉണ്ട്? 2 കേർവ്ഡ് എഡ്ജസ് ഉണ്ട്. 2 കേർവ്ഡ് എഡ്ജസ് ഉണ്ട്. അതിന് വെർട്ടെക്സ് ഇല്ല, കാരണം ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കില്ല, അപ്പോൾ അതിന് മൂലയില്ല. കോണാണെങ്കിൽ 2 എണ്ണം. 2 എണ്ണം എന്ന് പറയുന്നത് ഇത് ഒരെണ്ണം, പിന്നെ ഈ ബേസ് ഒരെണ്ണം, അങ്ങനെ 2 ഫേസ് ഉണ്ട്. ഒരു കേർവ്ഡ് എഡ്ജ് ഒന്നുണ്ട്, വെർട്ടെക്സ് ഒന്നുണ്ട്. പിന്നെ സ്പിയർ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഒന്നുണ്ടെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണമല്ലേ, ഈ ഒരു ഇതാണ് ഒന്നും ഉദ്ദേശിച്ചത്. സ്പിയറിന് ഒരു ഫേസേ ഉള്ളൂ, എഡ്ജും ഇല്ല, വെർട്ടെക്സും ഇല്ല. 3 തരം വ്യൂ ഉണ്ട്: ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ. നമ്മളിപ്പോൾ ഒരു സിലിണ്ടർ വരച്ചു. ഈ സിലിണ്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താ? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ പോലല്ലേ തോന്നുന്നത്. മേളിൽ നിന്ന് നോക്കുമ്പോഴോ ഒരു സർക്കിൾ പോലല്ലേ തോന്നുന്നത്. സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഇവിടുത്തെ നമ്മുടെ റെക്റ്റാങ്കിളാണ് കാണുന്നത്. അപ്പോൾ അതാണ് വ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ.